എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഈ ഈ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം, കാരണം ഈ ഒരു സമയം വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊല പശ്ചാത്തലം ആയിട്ടുള്ളൊരു സമയമാണ്. 3 ദിവസമായിട്ടുള്ളൂ. അതിൻ്റെ പകപ്പും പേടിയും പലർക്കും മാറിയിട്ടില്ല ആ വാർത്ത കണ്ടിട്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു കൂട്ടർ ഈ പ്രണയിക്കുന്ന ആൾക്കാരാണ്. അതിൽ തന്നെ ഭൂരിഭാഗം പെൺകുട്ടികളായിരിക്കും. കാരണം ഈ വെഞ്ഞാറമ്മൂട് കൊലപാതകം, അതിൻ്റെ ഒരു സ്വഭാവം നോക്കുക. 23-കാരനായ അഫാൻ തൻ്റെ കാമുകിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താണ്. എന്തോ അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുന്നു. അല്ലെങ്കിൽ അവളോട് കടം വാങ്ങിയ മാല തിരിച്ചു കൊടുക്കാനോ പൈസ തിരിച്ചു കൊടുക്കാനോ എന്നുള്ള മട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. അല്ലെങ്കിൽ ഉമ്മാനോട് പ്രണയത്തെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനോ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനോ എന്ന ഭാവേനെ വിളിച്ചു വരുത്തിയിട്ട് അവൻ പറയുകയാണ്, ഞാൻ എൻ്റെ ഉമ്മാനെ കൊന്നിട്ട് ഇട്ടിരിക്കുകയാണ്. അവർക്ക് ഉമ്മുമ്മാനെ ഞാൻ തട്ടിയിട്ടുണ്ട്, അച്ഛൻ്റെ ഏട്ടൻ അവരുടെ ഭാര്യ അവരെ ഞാൻ കൊന്നിട്ടിരിക്കുകയാണ്, ഇനി നമുക്ക് ജീവിതമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ മരിക്കാൻ പോകാമെന്ന് പറയാം. എങ്ങനെയായിരിക്കും ആ കുട്ടി ഇത് കേട്ട് നിന്നിരിക്കുക? എന്തായിരിക്കും ആ കുട്ടിയുടെ? നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ലല്ലേ. ആ കുട്ടിയുടെ തല അടിച്ച് പൊളിച്ച് മുഖം ആകെ വികൃതമാക്കി ചുറ്റി കൊണ്ട് തുരേ അടിച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് പ്രണയമാണോ? അവൻ്റെ പ്രണയം അവൻ വിചാരിക്കുന്നത് അവനില്ലാണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടി ജീവിക്കില്ല, അല്ലെങ്കിൽ ആ കുട്ടിക്ക് നേരാവണ്ണം ജീവിക്കാൻ കഴിയില്ല, ആ കുട്ടി വളരെ ബുദ്ധിമുട്ടും. കാരണം തനിക്ക് ശേഷം പ്രളയം എന്ന് വിചാരിക്കുന്ന ഒരു മനസ്ഥിതിയാണ് ഈ അഫാനുള്ള വ്യക്തിക്കുള്ളത്. അതുകൊണ്ടാണ് താൻ മരിക്കുന്നതിനോടൊപ്പം തനിക്ക് ചുറ്റുമുള്ളവരെ കൂടെ, സ്നേഹമുള്ളവരെ കൂടെ കൊല്ലുകയും, എന്നാൽ പക മുഴുവൻ തീർത്തിട്ട് പോകാമെന്നുള്ള ബേസിൽ അവരെയും കൂടെ കൊല്ലുകയും ചെയ്യുന്ന ഒരു വികൃതമായ മനസ്സ്. എനിക്ക് തോന്നുന്നു അയാൾക്ക് ഒരു നശീകരണ ആയുധം, അതിശക്തമായ ഒരു ആയുധം അയാളുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഈ ലോകം മുഴുവൻ നശിപ്പിക്കാനുള്ള മനസ്ഥിതിയാണ് അയാൾക്കുണ്ടായിരുന്നിരിക്കുക. അത്തരമൊരു മനസ്സിനുടമയാണ് ഈ അഫാൻ. കാരണം തനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടരുത്, താൻ അനുഭവിക്കാത്തത് വേറെ ആരും അനുഭവിച്ചുകൂടാ എന്നുള്ളൊരു മനസ്ഥിതി. അത്തരമൊരു ഹീനമായ ഒരു മനസ്ഥിതിക്ക് ഉടമയാണ് ആ പയ്യൻ എന്ന് ഈ കുട്ടിക്ക് എങ്ങനെയാണ് മുൻകൂട്ടി തിരിച്ചറിയാൻ പറ്റുക? അല്ലെങ്കിൽ ഇപ്പോൾ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് പെൺകുട്ടികൾക്കോ ആൺകുട്ടികൾക്കോ അവരുടെ പാർട്ട്ണർ എത്തരക്കാരാണെന്നുള്ളത് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക? നമ്മൾ ഒരുപാട് വാർത്തകൾ കേൾക്കുന്നുണ്ട്, ഇത്തരം വാർത്തകൾ. അതിൽ ഭൂരിഭാഗം ഇരകളാകുന്നത് പെൺകുട്ടികളാണെന്നുള്ളതുകൊണ്ട് നമുക്കിപ്പോൾ പെൺകുട്ടികളുടെ ഭാഗത്തു നിന്ന് ഒന്ന് സംസാരിക്കാം. അപ്പോൾ അവർക്കാണ് കുറച്ചുകൂടെ അവയർനെസ് വേണ്ടതെന്ന് തോന്നുന്നു. കാരണം ആൺകുട്ടികൾ ശാരീരികമായും സാമൂഹികമായും ഒക്കെ ബലമുള്ളവരാണെന്ന് വിദ്യാധാരണയിൽ നടക്കുന്ന കൂട്ടരാണ്. സത്യത്തിൽ ഇപ്പം നിലവിലുള്ള കാലഘട്ടം നേരെ തിരിച്ചാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അംഗീകരിക്കാൻ യുവതലമുറ തയ്യാറാവുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. പെൺകുട്ടികൾ എന്തായാലും മുന്നോട്ടാണ്, മറിച്ച് ആൺകുട്ടികൾ പുറകോട്ടും. നമുക്കറിയാം ഈ ഗവൺമെൻറ് ജോലികൾ മുഴുവൻ വാങ്ങിക്കൂട്ടുന്നത് സാധ്യമായ എല്ലായിടത്തും പെൺകുട്ടികളാണ്. അത് വലിയൊരു ശതമാനം, ചെറിയൊരു ശതമാനമേ ആൺകുട്ടികൾക്ക് കിട്ടുന്നുള്ളൂ. പോസ്റ്റ്മാൻ എന്നൊരു ജോലി ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പോൾ പോസ്റ്റ്മാൻ ഇല്ല. കാരണം അവർക്ക് പരീക്ഷ എഴുതിയിട്ട് പെൺകുട്ടികളെടുത്ത് മത്സരിച്ച് ജയിച്ചാൽ ആ ജോലി നേടാൻ കഴിയുന്നില്ല. കാരണം പെൺകുട്ടികൾ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞപ്പോൾ ആൺകുട്ടികളെല്ലാവരും സൈഡായി. കാരണം അവർക്ക് അവരുടെ കപ്പാസിറ്റി അത്രയുള്ളൂ, അവരുടെ മൈൻഡിൽ വേറെ പല കാര്യങ്ങളും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇത് പഠിക്കാനൊന്നും സമയമില്ല. എല്ലാവരും അല്ല, ചുരുക്കം ചില ആൾക്കാരുണ്ടാവാം. അപ്പോൾ ഇത്തരം ദുഷ്ട മനസ്സുള്ള ആൾക്കാരെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? നമ്മൾ പ്രേമിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? ഞാൻ ഈ വിഷയത്തിനെ കുറിച്ച് സംസാരിച്ച് പോകുന്ന 2 പേരോട് ചോദിച്ചു, നമ്മൾക്ക് എങ്ങനെയാണ് തിരിച്ചറിയുക? ഞങ്ങൾക്ക് വളർന്ന് നോക്കിയാൽ പോലും നമുക്ക് കാണാൻ പറ്റില്ല ഭാവിയിൽ എന്താണ് സംഭവിക്കുക, ഒരാൾ എങ്ങനെയാണ് സ്വഭാവം മാറുക എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? അപ്പോൾ അത് തിരിച്ചറിയാൻ പറ്റുന്ന 1-2 ടിപ്സുകൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അത് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ, ഇപ്പോൾ പ്രേമിക്കുന്ന ആൾക്കാർക്കോ പ്രേമിക്കാൻ തയ്യാറെടുക്കുന്ന ആൾക്കാർക്കോ ഇനി വരും തലമുറയ്ക്കോ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ സന്തോഷം. അപ്പോൾ ഈ അഫാൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ, ഈ അഫാൻ പെട്ടെന്ന് പ്രതികരിക്കുന്ന, പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന അന്തർമുഖനായ ഒരു ചെറുപ്പക്കാരനാണ്. ഇത്തരം ആളുകൾ തന്നെയാണ് പലപ്പോഴും പല കേസുകളിലും പെട്ടിട്ടുള്ളത്. കാരണം അവർ എടുത്തു ചാടി കാര്യങ്ങൾ തീരുമാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. ഇത്തരം ആൾക്കാരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഹൈപ്പർ ആക്ടിവിറ്റീസ് ഉള്ള
ചില വ്യക്തികളെ, ചില ആളുകളെ. അപ്പോൾ അത്തരം നിരീക്ഷണങ്ങളിലൂടെ ഇവന്മാർ കുറച്ചൊക്കെ തിരിച്ചറിയാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ എടുത്തു ചാടി തീരുമാനമെടുക്കുന്ന ആൾക്കാർ, പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ആൾക്കാർ, അതുകൂടാതെ ഈ പോകുന്ന ലൈന് വിട്ട് കളിക്കാത്ത ആൾക്കാർ, കാരണം ഇതെല്ലാം അപകടകരമായ ഒരു മനസ്ഥിതിയുള്ള ആൾക്കാരാണ്. കാരണം ഒരു ഒരു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നിലയിൽ നിന്ന് വേറൊരു നിലയിലേക്ക് അവർക്ക് മാറുക എന്നുള്ളത് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ അത്തരം മനോനിലയുള്ള ആൾക്കാരെ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. തിരിച്ചറിഞ്ഞ് അവരോട് അകലം പാലിക്കുക. അത് അപകടമാണ് എന്ന് മനസ്സിലാക്കേണ്ട ആൾക്കാർ മനസ്സിലാക്കണം. ഇത് പറഞ്ഞു കൊടുക്കാൻ ചിലപ്പോൾ മുതിർന്നവർ ശ്രമിക്കുന്നുണ്ടാവും, പക്ഷേ അതൊന്നും കേൾക്കേണ്ട ആൾക്കാർ അത് കേൾക്കുന്നില്ല, അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അവിടെയാണ് അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു ചില കൂട്ടർ ഈ പ്രണയം നേടിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ അവർ തയ്യാറാണ്. അത്തരക്കാര്യം സൂക്ഷിക്കണം. കാരണം പ്രണയം ഒരു പെൺകുട്ടിയോട് തുറന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന് വിടാതെ പിന്തുടരുക, അതിന് ദ്രോഹിക്കുക, അതിനെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന തരത്തിൽ പെരുമാറുക, എങ്ങനെയെങ്കിലും അതിൻ്റെ വായിന്ന് ഇവന് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കുന്നത് വരെ പോരാടുക. അങ്ങനെയുള്ള ആൾക്കാരോട് നമ്മൾ ഒരിക്കലും ഒരു ദയം കാണിക്കരുത്. ഇത് ഓർത്ത് വെച്ചോളൂ. നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണല്ലേ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അപ്പോൾ അവൻ അത്ര സ്നേഹമുള്ളത് കൊണ്ടല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പെൺകുട്ടികൾ എസ് എന്ന് മൂളുന്നത്. പക്ഷേ ഈ മനോഭാവം ഇവളുടെ ജീവനെയാണ് കൊണ്ടേ പോകും. ഈ പ്രണയം കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ്റെ സ്വഭാവം മാറുന്നത് കാണാൻ പറ്റും. പിന്നെ ഇവളെ ചവിട്ടിത്തേക്കുന്നതായിരിക്കും. അപ്പോൾ അത്തരം ആളുകളും പ്രശ്നക്കാരാണ്. വേറൊരു കൂട്ടർ ധൂർത്തന്മാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വന്തമായിട്ട് അധ്വാനിച്ച് ആ പൈസ ധൂർത്തടിച്ച് കളയുന്ന ആൾക്കാരല്ല. അങ്ങനെ സ്വന്തമായിട്ട് അധ്വാനിച്ച് പൈസ ധൂർത്തടിക്കാൻ മനസ്സ് വരില്ല. ഇവിടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ഉള്ള സ്വത്തുവകകൾ പൈസയും വെച്ചിട്ട് ധൂർത്തടിക്കുന്ന ആൾക്കാരാണ് പറയുന്ന കൂട്ടർ. അവർക്ക് മറ്റുള്ളവരുടെ അധ്വാനത്തിൻ്റെ വില അറിയില്ല. അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന കാശ് ഇവൻ്റെ ആവശ്യത്തിന് ധൂർത്തടിച്ച് സുഹൃത്തുക്കൾക്കൊപ്പം അല്ലെങ്കിൽ ഇവൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ചിലവഴിക്കുന്നു, ഒരു കുറവില്ലാതെ വളരുന്നു. അങ്ങനെയുള്ള മനോഭാവമുള്ള ആൾക്കാരും അപകടകാരികളാണ്. കാരണം അവർക്ക് ഒരു പരാജയം എന്നുള്ളത് താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. അവർക്കെല്ലാം ഫുൾഫിൽ ആയിരിക്കണം, എല്ലാം തികഞ്ഞ ആൾക്കാരായിരിക്കണം. അപ്പോൾ അത്തരം ആൾക്കാരോട് ഇടപഴകുമ്പോഴും വളരെ സൂക്ഷിക്കണം. കാരണം നാളെ ഒരു ദിവസം നമ്മൾ ഏതെങ്കിലും തരത്തിൽ പിരിഞ്ഞു പോകേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ അവരെത്തരത്തിലാണ് അങ്ങനെ പ്രതികരിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ആൾക്കാരും ഇതുപോലുള്ള കൊടും ക്രൂരതകൾക്ക് മുതിരുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ എത്രക്കാരെ നമ്മൾ തിരഞ്ഞെടുക്കണം. നമുക്ക് എങ്ങനെയാണ് ഒരു നല്ല പാർട്ട്ണറെ കണ്ടെത്താൻ പറ്റുക. അപ്പോൾ നല്ല പാർട്ട്ണറെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാലും ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ വരാതിരിക്കാൻ സാധ്യതയുണ്ടോ, ഇടയില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വരും. റെയറായിരിക്കും. കാരണം നമുക്ക് മനസ്സിലാവും തീരുമാനങ്ങൾ സ്വയം എടുക്കുന്ന കൂട്ടർ, അല്ലെങ്കിൽ പക്വതയുള്ള മനസ്സുള്ള ആൾക്കാർ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അത്തരം ആൾക്കാരെ തിരഞ്ഞെടുക്കുക. പരസ്പരം ബഹുമാനിക്കുന്ന ആൾക്കാരെ, നമ്മൾ സ്ത്രീയാണ്, എൻ്റെ കാൽച്ചുവട്ടിൽ കിടക്കേണ്ട ആളാണ് സ്ത്രീ എന്നുള്ള മനോഭാവമുള്ള കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് തിരിച്ചറിയുന്ന പുരുഷന്മാരെ തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ അത് തിരിച്ചറിയുന്ന പയ്യന്മാരെ, ബഹുമാനിക്കുന്ന പെൺകുട്ടികളെ ബഹുമാനിക്കുന്ന, അവരുടെ അഭിപ്രായത്തെ മാനിക്കുന്ന ആളുകളെ തിരഞ്ഞെടുക്കുക. നമുക്ക് തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് സമയങ്ങളുണ്ട്. എൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാണുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒഴിവാക്കി പോരുന്നതായിരിക്കും നല്ലത്. കാരണം യുവന്മാരുടെ ഈ ആസിഡാക്രമണത്തിനും കത്തിക്കുത്തിനും നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. അത്രയും അപകടകാരികളായ ആൾക്കാരെ ഒഴിവാക്കുമ്പോൾ അത് പതിയെ പതിയെ സ്ലോ ഡോസിൽ കൊടുത്ത് വേണം ഒഴിവാക്കാൻ. പെട്ടെന്ന് ഒരു ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ഇങ്ങനെയുള്ള പ്രതികാര നടപടികളൊക്കെ അവർ എടുക്കുക. അപ്പോൾ അതിന് പതിയെ പതിയെ അവരിൽ നിന്ന് അകലുന്നതായിരിക്കും നല്ലത്. ഒറ്റയടിക്ക് നോന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോന്നു കഴിഞ്ഞാൽ കുറേ കത്തിക്കുത്ത് കിട്ടും. അപ്പം അതും സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം എല്ലാം കൊണ്ടും നമ്മൾ ബ്ലൈൻഡായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. നാളെ ആർക്കും എന്ത് സംഭവിക്കും എന്നുള്ളത് ആർക്കും ഒന്നും പ്രവചിക്കാൻ പറ്റില്ല. എന്നിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുറച്ചൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സേഫായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് കൂടുതൽ വീഡിയോസും നിങ്ങൾക്കുള്ള സപ്പോർട്ടുകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.